Assalamualaikum. Welcome back to Somi's Creations. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റിംഗ് സ്ക്രാപ്പ് ബുക്കാണ്. അപ്പോൾ മെറ്റീരിയൽസ് എല്ലാ ആൾക്കാർക്കും, അപ്പോൾ ജസ്റ്റ് ഒരു ചാർട്ട് മാത്രമുള്ള ആൾക്കാർക്കൊക്കെ ഒരേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്യൂട്ടോറിയലാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വീഡിയോയ്ക്ക് പോവാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാർഡ് സ്റ്റോക്കും ഡിസൈനർ ഷീറ്റും രണ്ടും സെയിം സൈസിലാണ് എടുക്കേണ്ടത്. 30 cm ലെങ്ത്തും 10 cm എടുത്തും നമ്മൾ എടുത്തിക്കണേ. എന്നിട്ട് അത് ഗമ്മ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കുക. ഈ കാർഡ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചാർട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിന് റിങ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ച് ചെയ്യണു. ഈ റിങ് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ ഊരി വെക്കുകയും ചെയ്യാം. ഫസ്റ്റ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനർ ഷീറ്റുമായിട്ട് മാച്ചുള്ള ഒരു ലൈസിന് അടിഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ മാസ്റ്റർ പീസ് പറഞ്ഞാൽ ഈ അഡ്രസ്സീവ് ഗ്ലിറ്റർ ഷീറ്റാണ്. ഇത് ഞാനിവിടെ 2 സൈസിലാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ മാറ്റുമോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈസോ ലെങ്ത്തൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം. യെല്ലോ ഗ്ലിറ്റർ ഷീറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ യൂസ് ചെയ്യാം. പക്ഷേ അത് നമ്മൾ ഡിസൈനർ ഷീറ്റുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റ് വേണം യൂസ് ചെയ്യാൻ. ഇവിടെ ഞാനൊരു വേവ് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല വീതി കുറഞ്ഞിട്ടുള്ള പീസ് വേണം കട്ട് ചെയ്യാൻ. വീതി കൂടി കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ, ആ ഒരു വേവ് നമുക്ക് അതേപോലെ കിട്ടൂല. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പേജിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് മേക്കിംഗ് ആണ്. ഇതിൽ നമ്മൾ സ്റ്റിക്കറൊന്നും നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നോട് കുറേ പേര് ഇങ്ങനെ സ്റ്റിക്കർ ഇല്ല, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജൊക്കെ അയക്കലുണ്ട്. സ്റ്റിക്കർ ഒന്നല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ CD മാർക്കർ വെച്ചിട്ട് ഒരു വൈറ്റ് ഷീറ്റിൽ അല്ലെങ്കിൽ കാർഡ് സ്റ്റോക്കിൻ്റെ തന്നെ ഒരു പീസിൽ എഴുതിയിട്ട് അതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോളോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്കർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഗം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് സ്ഥലത്ത് വെച്ചാലാണ് ഭംഗി, ഏത് ഡയറക്ഷനിൽ വെച്ചാലാണ് ഭംഗി എന്നൊക്കെ നോക്കിയിട്ടുള്ളൂ ഗം അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പേജിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർഫോൾ കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ എടുത്തിരിക്കുന്നത് 4x4 സൈസിലുള്ള 3 ഫോട്ടോസാണ്. അതുപോലെ തന്നെ 3.5 cm വിഡ്ത്തും 10 cm ലെങ്ത്തുള്ള ഒരു കാർഡ് സ്റ്റോക്കിൻ്റെ പീസും ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ടും ഉപയോഗിക്കാൻ ഓൾറെഡി പറഞ്ഞു. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ് സ്റ്റോക്കിൻ്റെ പീസ് നമ്മൾ 3ആയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. 1 cm ഗ്യാപ്പ് ഇട്ടിട്ട്. ഇത് നമ്മൾ 3 ഫോട്ടോസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 3ആയിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഫോൾഡ് ചെയ്യാം. അതിൽ എക്സ്ട്രാ പോർഷൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയുക, കുറച്ച് ബാക്കി വെക്കണേ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്മോൾ പീസ് എടുത്തിട്ട് ഫോട്ടോൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. പീസിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെടുത്ത ഫോട്ടോൻ്റെ സൈസിനേക്കാളും 3 cm കൂടും. നമ്മളെടുത്ത ഫോട്ടോ 4 cm ആണ്. അപ്പോൾ നമ്മൾ എടുത്ത പീസിൻ്റെ ലെങ്ത്ത് 7 cm ആണ്. എക്സ്ട്രാ വരുന്ന പോർഷൻസ് നമ്മൾ ബാക്കിലേക്ക് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 cm എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞത്. പിന്നെ വാട്ടർഫോൾ കാർഡിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഏത് ഡെക്കറേഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് 2 സ്ട്രൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി വരുന്ന സ്ഥലത്ത് കോട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് വെച്ച കോഡ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആയിട്ട് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കോഡ്സ് പ്രിൻറ്റ് ചെയ്തതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു മാർക്കർ വെച്ചിട്ട് ഏതെങ്കിലും ഷീറ്റിൽ എഴുതിയിട്ട് ഒട്ടിച്ചാൽ മതി. ഇവിടെ ഗമ്മ് വെച്ചിട്ട് ഡയറക്റ്റ് പതിപ്പിക്കുന്നേക്കാളും ഒരു ഭംഗി കിട്ടുക ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒന്നിങ്ങനെ പൊന്തിയിട്ട് നിൽക്കുന്ന കാണുമ്പോഴാണ്. അതാണ് ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം. ഇതിൽ വരുന്ന ബാക്കി ഡെക്കറേഷൻസൊക്കെ നമ്മളൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഞാൻ കണ്ടെത്തിയൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടോ. ഇതേപോലെ പഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് മാത്രം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് നല്ല റൗണ്ടിലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വെക്കാട്ടോ. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഐഡിയാസും ട്രിക്സും ഒക്കെ വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ ബാക്കി സ്ഥലം കൂടെ ജസ്റ്റ് ഒരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ട് ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് അങ്ങനെ നമ്മൾ സെക്കൻഡ് പേജ് റെഡി ആയിക്കാണ്. ഇനി തേർഡ് പേജാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ 2 ഫോട്ടോസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. ഇതിൽ നമ്മൾ സാധാ നമ്മൾ സ്റ്റിക്കറും അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷനൊന്നും ആവശ്യമില്ല.
ഈ 2 മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട ശേഷം ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന. ഈ ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അഡസീവായ ഗ്ലിറ്റർ ഷീറ്റും കിട്ടും, അഡസീവ് അല്ലാത്തതും കിട്ടും. അഡസീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഒട്ടിപ്പുണ്ടാവും, അപ്പോൾ പിന്നെ എക്സ്ട്രാ ഗം ഒഴിച്ചിട്ട് നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഡസീവ് അല്ലാത്ത ഗ്ലിറ്റർ ഷീറ്റ് മേടിക്കുമ്പോൾ നമുക്ക് തന്നെ ഗം ഒഴിച്ചിട്ടൊക്കെ ഒട്ടിക്കേണ്ടി വരും, അപ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. ഇവിടെ ഞാൻ ഓരോ പേജിൻ്റെയും ഓരോ സൈഡ് മാത്രമേ ഉള്ളൂ ഡെക്കറേറ്റ് ചെയ്തിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ 2 സൈഡും ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ റിംഗ് സ്ക്രാപ്പ് ബുക്കിൻ്റെ ലാസ്റ്റ് കാര്യമാണ് റിങ് ഇടുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു മാച്ച് ആയിട്ടുള്ള റിബൺ കിട്ടുക. നമ്മളെ സ്ക്രാപ്പ് ബുക്ക് റെഡി. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നൊരു വീഡിയോ ആയിരുന്നു ഈ സ്ക്രാപ്പ് ബുക്കിൻ്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഏത് ട്യൂട്ടോറിയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തണേ.